പൊന്ന് ആരും കൊണ്ടുവന്നിട്ടില്ല. ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും തിരിച്ചു പോകുന്നത് അള്ളാഹുവിന് രീതിയിലാവണമെന്ന അള്ളാഹുവിന്റെ വാക്ക്. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും ഏത് പാപവും അള്ളാഹ്ക്ക് പുറത്തരും. മുസ്ലിം ഒന്ന് മനസ്സ് കൊടുത്തൊന്ന് ചിന്തിക്കുക ഓരോരുത്തരും. ഏത് പാപവും അള്ളാഹ് പുറത്തരും. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, പ്രവാചകരെ അവരെ ഏത് പാപവും ഞാൻ പൊറുക്കും, ഏത് തെറ്റും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, അവർക്ക് ഞാൻ ദുനിയാവിൽ പ്രാതിനിധ്യം കൊടുക്കും, അവരുടെ ഏത് അബദ്ധങ്ങളും ഞാൻ പരിഹരിക്കും. അവര് വ്യഭിചരിച്ചു പോയിട്ടുണ്ടെങ്കിലും ശരി, കള്ളുകുടിച്ച് മതോന്മത്തരായി 4 കാലിൽ വസ്ത്രമില്ലാത്തവരാണെങ്കിലും ശരി, അന്യന്റേത് അപഹരിച്ച് കുത്തിപ്പിടിച്ചു വാങ്ങുന്ന വൈക്കൂലിക്കാരനോ ഒരു മോഷ്ടാവാണോ ശരി, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാൻ അവർക്കത് പുറത്തു കൊടുക്കും. കടലിലെ നുരയോളം തിരമാലയോളം പതയോളം അവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവല്ലേ, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. പക്ഷെ എന്തു വേണം? ലാ തുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവരാകണം. ഒന്നിലും റബ്ബിനെ പങ്കു ചേർക്കാത്തവരാകണം. ഇന്നെല്ലാവർക്കും ചില മയ്യത്ത് നിസ്കാരത്തിനും ജുമുഅന്റെ ഒക്കെ സുന്നത്തും ഷർത്തും അറിയാം. എന്താ? 40 ആള് തികയണം, എന്നാലേ ആ നിസ്കാരം ശരിയാവും. നബി തങ്ങൾ ആ 40 ആളെ പറ്റി പറഞ്ഞ ഹദീസ് ഒന്ന് പഠിച്ചാൽ മതി. മൻ മാത്ത, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി 40 പേര് മയ്യത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നു. 40 പേര് മയ്യത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ശുപാർശ അല്ലാഹ് സ്വീകരിക്കും. ഏതാ ശുപാർശ? മയ്യത്ത് നിസ്കാരത്തിന്റെ 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു. പടച്ചോനെ, ഇതിനേക്കാൾ നല്ല ഒരു കയറിയിരിക്കാനുള്ള സ്ഥലം, ഇതിനേക്കാൾ നല്ല ഇണ, ഇതിനേക്കാൾ നല്ലൊരു പാർപ്പിടം ഈ ലോകത്ത് ചെയ്തു പോയ പാപങ്ങൾ എന്ന പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കും. 40 പേര് നിങ്ങളെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നാൽ മതി. ആ 40 പേര് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞാൽ അത് അല്ലാഹ് സ്വീകരിക്കും. അവിടെ നിന്നിട്ടില്ല ഹദീസ്, തൊട്ട വാക്കിലൂടെ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി. ആ 40 പേരാവണം ലാ തുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കാത്തവരാകണം. തൗഹീദുള്ള 40 പേരാവണം. റിസാലത്ത് അറിഞ്ഞ 40 പേരാവണം. ലോകത്തിന്റെ പ്രവാചകൻ എന്തിനു മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്ന് മുസ്ലിമീങ്ങളാവണം. ലോകത്തിന്റെ പ്രവാചകൻ ഉമ്മത്തിന് കൊടുത്ത സന്ദേശത്തിന്റെ കാതലറിയുന്ന മനുഷ്യരാവണം. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഈ ലോകത്തേക്ക് 1 ലക്ഷം പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ പ്രവാചകന്മാരും ഒരൊറ്റ വാക്കേ ഉമ്മത്തിനോട് ശക്തിയായി കൽപ്പിച്ചിട്ടുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, റബ്ബിലേക്ക് മാത്രമേ നിങ്ങൾ മടങ്ങാവൂ. അതുള്ള 40 ആള് മയ്യത്ത് നിസ്കരിച്ച അത് അല്ലാഹു സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്ന തൗഹീദിൽ ഒരു ഉത്തരല്ലെങ്കിൽ ഒരൊറ്റ ചോദ്യത്തിന് അങ്ങോട്ട് പിന്നെ രക്ഷപ്പെടാനാവില്ല. കാരണം എന്താ? തൗഹീദ് ഉണ്ടെങ്കിൽ അവന്റെ കുടുംബം നന്നാവും, തൗഹീദ് ഉണ്ടെങ്കിൽ അവന്റെ സാമ്പത്തികം നന്നാവും, തൗഹീദ് ഉണ്ടെങ്കിൽ അവന്റെ സ്വഭാവം നന്നാവും, സംസ്കാരം നന്നാവും. ഇന്ന് അതുകൊണ്ട് തന്നെ ആ തൗഹീദിനെ നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം ഇവിടത്തെ ഫാസിസക്കാരനും നിരീശ്വരവാദികളും കൂടാനുള്ള കാരണം എന്തുകൊണ്ടാ? കേരളത്തിൽ നിരീശ്വരം കൂടിയ മതത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചപ്പോ മതം കോമഡിയായിട്ട് ചിലർ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോ മതം വലിയൊരു കോമഡിയാണെന്ന് ഇവിടത്തെ നിരീശ്വരവാദികൾ സമർത്ഥിക്കാൻ തുടങ്ങി. അല്ലേ? അതുകൊണ്ട് ആ മുസ്ലിമായ വാപ്പാന്റെ മുസ്ലിമായ മകനായി ജനിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ അമ്മ ആരിഫ എന്ന് വിളിച്ചൊരു ചെറുപ്പക്കാരൻ മീഡിയക്ക് മുൻപിൽ വന്നിട്ട് മീഡിയക്കാരോട് ആദ്യം പറഞ്ഞു, ഔദു ബി ഡിങ്കനാഹി, ഞാൻ ഡിങ്കനിൽ ശരണം തേടുന്നു. കാരണം ഈ പറഞ്ഞ മൗലവിമാർ പറഞ്ഞ മാതിരി ആകാശത്ത് കൂടെ പറന്നു വന്ന ഫ്ലൈറ്റ് പിടിച്ച് ഈ വണ്ടിയൊക്കെ താങ്ങി നിർത്തി നടുക്കടലിലൂടെ ഊളിയിട്ട് നന്നാക്കുന്നതിനേക്കൊക്കെ നല്ലത് ഞാൻ ചെറുപ്പത്തിൽ വായിച്ച ബാലമംഗളത്തിലെയും മായാവിയാണ് എന്ന രീതിയിലേക്ക് മതവിശ്വാസികളെ നിരീശ്വരവാദികളാക്കാൻ പോലും ഈ മതത്തിന്റെ ഭാഗങ്ങളെ ദുർവ്യാഖ്യാനിച്ചും പരിഹസിച്ചും ആളുകൾ രംഗത്തിറങ്ങി. തൗഹീദ് ഉണ്ടെങ്കിൽ ഏത് രംഗവും നന്നാവും. അതുകൊണ്ട് ഹബീബ നബി
ഓർമ്മപ്പെടുത്തിയതും നിങ്ങളുടെ തൗഹീദിനെ പറ്റി. ഇന്ന് പ്രത്യേകിച്ച് എന്റെ രക്ഷിതാക്കളോട് ഞാൻ പറയാ, കുടുംബത്തിൽ ഒന്ന് ഗൗരവപ്പെടണം. ഇന്ന് സൂഫിസവും ത്വരീഖത്തും അക്കികളും കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. എന്താ സൂഫിസം? 15 സെക്കൻഡിന്റെ റീലിലൂടെ നമ്മളെ മക്കളെ സ്വാധീനിക്കാൻ ഷിയാക്കൾ പടച്ചുവിടുന്ന സൂഫിസ ചിന്താഗതി. വ്യത്യസ്തമായ ഭംഗിയിലൂടെ, പാട്ടുകളിലൂടെ, ലഹരി പിടിപ്പിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ അവര് മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇതാ ഇസ്ലാം. ഊസാൻ താടിയും പുകപോരുന്ന അല്ലെങ്കിൽ പുകയിട്ട് പുകയ്ക്കുന്ന ഒരു വേദിയും 4 ഭാഗത്തേക്കും വെസ്റ്റേണും അതല്ലെങ്കിൽ ഈസ്റ്റേണും റൊമാന്റിക്കും മെലഡികളുമായിട്ടുള്ള പാട്ടുകളിലൂടെ ഒരു പ്രത്യേക ആക്ഷനിൽ അവർ ഈ മതത്തെ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചപ്പോ ഇതൊന്നും പാടില്ലെന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ നന്മയിലേക്ക് നയിച്ചിരുന്ന ആൾക്കാരൊക്കെ വെറും മദ്രസാ പട്ടന്മാരായി മാറി. മക്കൾ അതിന്റെ പിന്നാലെ പാഞ്ഞു. തുരീക്കത്തിന്റെ പിന്നാലെ കേരളത്തിലുള്ള എത്ര ആളുകൾ എത്തിപ്പെട്ടു. അങ്ങ് ദമ്മാജിലും അതിനേക്കാളേറെ സിറിയയിലും കിടക്കുന്ന ആരെന്നു പേരും അറിയാത്ത, ഊരും പേരും അറിയാത്ത എത്ര തുരീക്കത്തുകൾ കേരളത്തിന്റെ മണ്ണിലെത്തി. അതിനേക്കാളേറെ ഇപ്പൊ പടച്ചുവിടപ്പെടുന്ന അക്കികളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിക്കാർ ആരാണവർ? ലോകത്തിന്റെ പ്രവാചകൻ ജീവിച്ച മക്കയിൽ ജീവിച്ചതുപോലെ ജീവിക്കണം, അതുകൊണ്ട് ജോലിക്ക് പോകാൻ പാടില്ല, ഒട്ടകത്തിനെയോ ആടി ണം. ലോകത്തിന്റെ പ്രവാചകൻ ചെയ്തതുപോലെ അന്നത്തെ ബിസിനസ് കാരക്കയോ പുല്ലരിഞ്ഞോ വിൽക്കണം. ആത്മീയത കൂടി, ആത്മീയതയിലൂടെ മനുഷ്യ സമൂഹത്തെ വേർതിരിപ്പിക്കുന്നവരും ഈ സമൂഹത്തിലെത്തി. എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഈ മതത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോ അവർക്ക് മുൻപിൽ ആർജവത്തോടെ നമുക്ക് പറയാൻ പറ്റണം, തൗഹീദുണ്ടോ എങ്കിൽ അവന്റെ എല്ലാ ജീവിതരംഗവും നന്നാവും. അവന്റെ കുടുംബം ആലോചിച്ച് നോക്കൂ. തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ പടച്ചോൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളെ കുടുംബത്തെ കുറിച്ചാണ്. മുസ്ലിം സമൂഹത്തിൽ എന്നല്ല, എല്ലാ കുടുംബങ്ങളിലും ബന്ധങ്ങൾ വേഗം ആരോഗ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എത്ര പേര് ആരോഗ്യത്തിൽ, എത്ര പേരാ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടല്ലാണ്ട് ജീവിക്കുന്നത്, എത്ര ആളുകളാ പൊരുത്തം കിട്ടാണ്ട് മരിച്ചോന്ന്. ഈ ലോകത്ത് പണത്തിന്റെ പേരിലും ആൾക്കാർ കിബിറ് കാണിച്ചുകൊണ്ടിരിക്കുക. പണം, അധികാരം, നിറം, തന്നെ കുടുംബത്തിന്റെ മഹത്വം ആർക്കും. കുടുംബത്തിന്റെ മഹത്വം നമുക്ക് എങ്ങനെയാ ഓർമ്മ വരിക എന്നറിയാം. നമുക്ക് ആരും ഇല്ലാണ്ടായോക്കണം. നാളെ നേരം വെളുക്കുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്രക്ക് വിചാരിക്കും, നിങ്ങളും ഭാര്യയും മക്കളും കൂടി പുര പൂട്ടിയിറങ്ങുമ്പോ ഒരു നോക്കണില്ല, ഒരു യാത്ര പറയാനില്ല, സ്നേഹത്തോട് കൈയിട്ടിട്ട് സ്തൗദി അല്ലാഹു ദീനക എന്ന് പറയാൻ ഒരു മനുഷ്യനില്ലെങ്കിൽ കുടുംബത്തിൽ. ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഖുതുബ പറയുന്ന കോഴിക്കോട് പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. സലാം പറഞ്ഞ് കൈ പിടിച്ചിട്ട് ആ കുട്ടി ചോദിച്ചു, ഒരു 25-26 വയസ്സ് ചെറുപ്പക്കാരൻ. അവൻ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എന്റെ നിക്കാഹിന് വരുമോ? ഞാൻ ചോദിച്ചു, നിക്കാഹ് എന്റെ തന്നെയാ, വീട്ടില് വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഇഷ്ടാണോ? ഓൻ പറഞ്ഞു, എനിക്ക് വാപ്പയിമ്മയില്ല, ആകുള്ളത് ഒരു ഭാഗം കാലിന് സ്വാധീനമല്ലാത്തൊരു ഏട്ടം മാത്രം. ഞാൻ ജനിച്ച് 3 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്നെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ വാപ്പ അന്നേക്കാക്കനെ നോക്കിയത്. കാക്കക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു, വീൽ ചെയറിലാണ്. കഴിഞ്ഞ സമയത്ത് വാപ്പയും ഞങ്ങളെ വിട്ടുപോയി. കേട്ടപ്പോ വല്ലാതൊരു മനസ്സിനൊരു ബേജാറ് തോന്നി. എന്നിട്ടോൻ തന്നെ സൂചിപ്പിച്ചു, കല്യാണം എങ്ങനെയാ ക്ഷണിക്കേണ്ടി, മൗലവിമാരെങ്ങനെയാ പറയേണ്ടിയെന്നൊന്നും എനിക്ക് അറിയൂല, പക്ഷെ നിങ്ങൾ വന്നാൽ എനിക്കതൊരു വലിയ സന്തോഷാകുന്നു പറഞ്ഞപ്പോ ഞാൻ അന്ന് ആ ചെറുപ്പക്കാരന്റെ കല്യാണത്തിന് വേണ്ടി മാവൂരിന്റെ അരികിലേക്ക് ചെന്നു. ഞാൻ ആ കയറി ചെന്നപ്പം വീട്, ഓടിട്ട വീട്, വന്ന ആൾക്കാരെയൊക്കെ ക്ഷണിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ തന്നെയാണ്. കൈ പിടിച്ചിരുത്തുന്നുണ്ട്, വെള്ളം കൊണ്ടെത്തിരുന്നുണ്ട്. ഞാനങ്ങനെ 11 മണിക്കൊക്കെ ഇങ്ങനെ 11:30 നിക്കാഹ് പറഞ്ഞു. 11:15 ഇതേ ചെറുപ്പക്കാരന്റെ അടുത്ത് വന്ന് ചോദിച്ചു, 11:30 എന്നെ തുടങ്ങലേ മൗലവി, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പെണ്ണിന്റെ വാപ്പ വന്നിട്ടുണ്ടോ? അവര് വന്നിട്ടുണ്ട്. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഒരു പുതിയാപ്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുപോയാൽ എന്തായിരിക്കും ആ പൊരേന്റെ അവസ്ഥ? നമ്മളിങ്ങനെ 11 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് 10:45 പോയിരിക്കും. 11:15 പിയാപ്ല മാറാൻ അകത്തേക്ക് പോകും. എന്നിട്ട് 4-5 കുട്ടികളുടെയോ ചെറുപ്പക്കാരുടെയോ കൂടെ പിന്നെ ഈ ഒരു കാമണിക്കൂർ അരമണിക്കൂറും കഴിഞ്ഞിട്ട് ഓന്റെ വെറൈറ്റി ലുക്കില് അവൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. വരുന്ന സമയത്ത് കൂട്ടുകാരെ വക കുറെ പാട്ടും കച്ചേരിയും ഒക്കെ ഉണ്ടാകും. അതിനേക്കാൾ കൂടുതൽ ചില ക്യാമറമാൻമാര് ചെന്നിട്ട് പറയും, എന്ത് ഇങ്ങനെ തുള്ളിക്കളിച്ചിട്ട് വരണം, ഈ ഉമ്മാന്റെ അടുത്ത് വെച്ചൊന്ന് അഭിനയിക്കണം, ഈ വാപ്പാന്റെ മുൻപിൽ ഒന്ന് അണച്ചുകൂട്ടിയിട്ട് ഒന്ന് ഹഗ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് വേദിയിൽ വരുമ്പോ 12:30 ആവും. അതെന്നൊരു അതപില്ലായ്മയാണ്.
അതെന്നൊരു ബർക്കത്തില്ലായ്മയാണ്. പല കുടുംബത്തിലൊന്ന് കാണുന്ന, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാന്ന് മാത്രം, ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിച്ചോളൂ. അവസാനം ചെറുപ്പക്കാരൻ ഓൻ തന്നെ തുണിയൊക്കെ ഒന്ന് നന്നാക്കി, കുപ്പായൊക്കെ ഒന്ന് നന്നാക്കി കയറിയിരുന്നു. ഞാൻ കയ്യ് പിടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാഹൊക്കെ കഴിഞ്ഞു, ഇറങ്ങി. ഓൻ തന്നെ എല്ലാരെയും ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഏട്ടൻ ഒരു വീൽ ചെയറിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനൊന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ മനസ്സ് തുറന്ന് പടച്ചവനോട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തിനാണെന്നറിയോ? ഇപ്പോഴും ആയുസ്സുള്ള ഒരു വാപ്പനെയും ഇവനെങ്കിൽ തന്നല്ലോ പടച്ചോനെ എന്നുള്ള സമാധാനത്തിൽ, ആ സ്നേഹത്തിന്, പടച്ചോന്റെ അനുഗ്രഹത്തിന് ഞാൻ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ് പറഞ്ഞു. വീണ്ടും ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. എന്തിനാണെന്നറിയോ? എന്റെ ഭാര്യനെ കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു പെങ്ങളെ പടച്ചോൻ തന്നു. ആ പെങ്ങൾക്ക് ആയുസ്സും കൊടുത്തു, ഓളെ കൂട്ടാൻ പടച്ചോൻ ആരോഗ്യം കൊടുത്തു. ഓളെ അഞ്ചപ്പൻ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന്, ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു പെങ്ങളില്ല. പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഓൻ തന്നെ ഒരു വാഹനത്തിൽ പുറപ്പെടാൻ നിൽക്കുക. വീണ്ടും ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. കാരണം ഭക്ഷണ ഹാളില് എന്റെ 6 അമ്മമാരും പിന്നുള്ള അളാപ്പാരും വരുന്നവർക്കൊക്കെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും അൽഹംദുലില്ലാഹ് പറഞ്ഞു. വന്നവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ 2 എന്റെ അനിയന്മാരിങ്ങനെ പരന്ന് നടന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യരെ ഇല്ലാണ്ടാവുമ്പോഴാ ഓരോന്നിന്റെ വില അറിയാ. കുടുംബം നമുക്കൊരു വലിയ സമാധാനം എന്നറിയാൻ ഇല്ലാണ്ടാവുമ്പോഴാ. ഓരോരുത്തർ ഇങ്ങനെ പോയി നോക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു മരണവാർത്ത എന്ന് കേട്ടപ്പോ വാപ്പ അങ്ങനെ ബേജാറാണ്. ഞാൻ ചോദിച്ചെന്തേ? പടച്ചോൻ ഓരോരോ ചെകയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അല്ല വെട്ടിത്തുടങ്ങിയ ചെക പഞ്ചപ്രായത്തിലുള്ള ചെകയാട്ടോ. കൂടെ ജീവിച്ചവരും കുടുംബക്കാരും ബന്ധുക്കളും മുത്താപ്പാരും എളാപ്പാരും അമ്മായിമാരും ഒക്കെ ഇല്ലാണ്ടാകുന്ന ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴും നിങ്ങൾക്ക് ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു ധൈര്യാരാ? കാരണം ഒരു കൂടത്തായിന്റെ മറുഭാഗത്തുണ്ട്, പെങ്ങളെ കെട്ടിച്ച് താമരശ്ശേരിക്കാണ്, ഒന്ന് വെളിപ്പുറത്ത് അളിയാക്കുണ്ട്, ഒന്ന് വാപ്പാന്റെ ഏട്ടനുണ്ട്, മൂത്ത കാരണവരുണ്ട് എന്നുള്ള ധൈര്യല്ലേ? ഇന്ന് ആ പടച്ചോൻ കൂട്ടിപ്പിടിച്ചെന്ന ബന്ധങ്ങളെ ആ പണത്തിന്റെയും ദുനിയാവിൽ പവറിന്റെയും ഈഗോന്റെയും പകയുടെയും പേരിൽ പലരും മുറിച്ച് ജീവിക്കുന്നത്. മരിച്ചാൽ പോലും പടച്ചോന്റെ അടുത്ത് പൊരുത്തം കിട്ടാത്ത നിലക്ക് ആളുകൾ ഇന്ന് ബന്ധങ്ങൾ അലോക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശാബാൻ മാസത്തിന്റെ ഒക്കെ പോരിശ പലരും ഇങ്ങനെ പറയും, അത് ബറാത്തല്ല, മറിച്ച് ശാബാനിന്റെ പോരിശ എന്താ? ഒരു മനുഷ്യൻ അമലുകളൊക്കെ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാ ശഅബാൻ. ചെയ്ത അമലുകളൊക്കെ അള്ളാന്റെ കൊണ്ടുപോകും. പക്ഷേ 2 പേരുടേത് പടച്ച റബ്ബ് കൊണ്ടുപോകാൻ മലക്കുകൾക്ക് അവസരം നൽകില്ല. ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്നും മുട്ട് തീപിടിച്ച മാതിരി സഹാബത്ത് ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആരുടേതാ അള്ളാഹ്ക്ക് വേണ്ടാത്ത? ഒരുപാട് നമസ്കരിച്ച് നോമ്പ് നോറ്റവര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയവരുണ്ട്, ദിക്ർ ചൊല്ലിയവരുണ്ട്, അള്ളാഹുവിന്റെ കഅബാലയത്തിങ്കൽ പ്രദക്ഷിണം ചെയ്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക വിളിച്ചവരുണ്ട്, സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ഹാജറ ബീവി ഓടിയത് അനുസ്മരിച്ചുകൊണ്ട് ഓടിയവരുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ, ആരുടേതാ റബ്ബ് സ്വീകരിക്കാത്തത്? അള്ളാഹുവിന്റെ തിരുദൂതൻ മദീനത്തെ മിമ്പറിൽ വെച്ച് കണ്ണുനീരോടെ പറഞ്ഞു, ഇല്ലാ റജുലൻ മുശ്രികൻ ഔ മുശാഹിനൻ. ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർത്തവനും 2 മുശാഹിനൻ, വൈരാഗ്യം മനസ്സിൽ വെച്ച് കുടുംബം പണങ്ങി നടക്കുന്നവരും. 2 കൂട്ടരും പടച്ചോൻ തലവിട്ട് കടത്തൂല. അത് നെറ്റിയിലെ ും പള്ളി സെക്രട്ടറി ആണെങ്കിലും നാട്ടിലെ ഇസ്ലാഹി പ്രബോധകനാണെങ്കിലും ശരി, എത്ര ഭക്തങ്ങൾ അള്ളാന്റെ മുൻപിൽ നിന്നോന്നുള്ളതല്ല, മറിച്ച് പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഒരാൾ പോലും നമുക്കെതിരെ പരാതി പറയാൻ അള്ളാന്റെ മുൻപിൽ ഉണ്ടാവരുത്. വാക്കുകൊണ്ടുണ്ടാവരുത്, പെരുമാറ്റം കൊണ്ടുണ്ടാവരുത്, വാശി കൊണ്ടുണ്ടാവരുത്, ഈഗോ കൊണ്ടുണ്ടാവരുത്. യുദ്ധക്കളത്തിൽ വെച്ച് അലി ഇബ്നു അബീ ത്വാലിബും ശത്രുവും തമ്മിൽ കൊടുമ്പിരി യുദ്ധം. മുഴുവൻ സഹാബാക്കളും ഉറക്കെ വിളിച്ചു പറഞ്ഞു, അലി കൊല്ലണം, ഇസ്ലാമിന്റെ ശത്രുവാണവൻ, പലരെയും അവൻ അംഗവൈകല്യം വരുത്തിയിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ വെട്ടേറ്റ് ശത്രുവിന്റെ വാള് തെറിച്ചു. വീണ് കിടക്കുന്ന ശത്രു വാളെടുത്ത് വാളോങ്ങി അലി ഇബ്നു അബീ ത്വാലിബ് ആ ശത്രുവിന്റെ കഴുത്തിന്റെ നേരെ വാളോങ്ങി കൊല്ലാൻ ഒരുങ്ങുമ്പോ പെട്ടെന്ന് കിടന്ന ശത്രു ഒന്നാഞ്ഞു തുപ്പി അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുഖത്തേക്ക്. പരന്നു കിടക്കുന്ന അലിയുടെ താടിരോമങ്ങളിൽ ആ തുപ്പൽ ബാധിച്ചു. ഊരിയെടുത്ത വാൾ ഉറയിലിട്ട് അലി നബി താലിബ് തിരിഞ്ഞു നടന്നപ്പോ സഹാബത്ത് ചോദിച്ചു, എന്തേ അലി? കൊല്ലണ്ടേ? ഇസ്ലാമിന്റെ ശത്രു അല്ലേ അലി? കൊല്ലണം അലി അവനെ. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞില്ല, എനിക്ക് പറ്റൂല. സഹാബത്ത് പരാതിയുമായിട്ട് റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, റസൂലേ, അലി ഇബ്നു അബീ ത്വാലിബ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ മകളുടെ ഭർത്താവിനെ വിളിച്ച് ചോദിച്ചു, പറ മോനെ അലി, എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്യാത്തത്? അലി ഇബ്നു അബീ ത്വാലിബ് പൊട്ടിയിട്ട് പറഞ്ഞു, പ്രവാചകരെ,
വെട്ടുകൊണ്ട് അവന്റെ വാള് തെറിച്ച് മണലിലേക്ക് കമന്നടിച്ചു വീഴുന്ന സെക്കൻഡ് വരെ അവൻ ഇസ്ലാമിന്റെ പ്രതിയോഗിയായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. പക്ഷെ അവൻ ആ കിടത്തത്തിൽ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ ഞാൻ പിടിച്ച വാളിനും ഞാൻ പിടിച്ച കൈക്കും ഒരു തരിപ്പ് കൂടിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. പ്രവാചകരെ, ദേഷ്യം എന്റെ മനസ്സിലേക്ക് വന്നതുപോലെ എനിക്ക് തോന്നി. എന്റെ മുഖത്തുള്ള തുപ്പലിനെ എനിക്ക് വല്ലാതെ വെറുപ്പായി അനുഭവപ്പെട്ടു. ആ ദേഷ്യത്തിലും പകയിലുമാണ് കൊന്നതെങ്കിൽ നാളെ എന്റെ റബ്ബനോട് ചോദിച്ചാലോ ആ പക കാരണമാണ് നിന്റെ ശത്രുവിനെ നീ കൊന്നത് എന്ന് എന്റെ റബ്ബെങ്ങാനും എന്നോട് പറഞ്ഞാൽ ഞാൻ കുറ്റവാളിയാകില്ലേ റസൂലേ? ഇന്ന് ആ ഉമ്മത്തിൽപ്പെട്ട ആളുകളാ മക്കളോട് പറയും, ഞാൻ മരിച്ചാൽ പോലും അവനെ മയ്യത്ത് കാണിക്കരുത് കേട്ടോ.